പശ്ചിമേഷ്യയിലെ ഗസയിൽ വെടിനിർത്തലിനോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചുവെന്ന് വാർത്ത വരുന്നുണ്ട്. അടിയന്തര ചർച്ചകൾക്ക് തയ്യാറെന്ന് മധ്യസ്ഥ ചർച്ചകൾ പങ്കാളികളായ ഖത്തറിനെയും ഈജിപ്തിനെയും അവർ അറിയിച്ചു. 50 ഇസ്രയേലി ബന്ദികളിൽ 10 പേരെയും 18 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വീണ്ടും ചേരുന്നു. മധു, യഥാർത്ഥത്തിൽ ഇതിലും ട്രംപിൻ്റെ ഇടപെടൽ കാര്യമായിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? നൊബേൽ പ്രൈസ് അദ്ദേഹത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണോ? എസ്കേൻ ഈ പോക്ക് കണ്ടിട്ട് മിക്കവാറും അതും കൂടെ ട്രംപ് അടിച്ചുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു. കാര്യം ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലെ ഒരു പ്രധാന സംഭവമായിരുന്നു ഈ ഗസയിലെ യുദ്ധം 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്നായിരുന്നു. പക്ഷെ ഇത്രയധികം നീണ്ടുപോയി. അതിൻ്റെ ഫ്രസ്ട്രേഷൻ അദ്ദേഹം ഇസ്രായേലിനോടും നെതന്യാഹുവിനോടും ഒക്കെ കാണിക്കുകയൊക്കെ ഉണ്ടായി. ഇപ്പോൾ അമേരിക്കയുടെ മധ്യസ്ഥയിൽ ഗസയിൽ വെടിനിർത്തൽ എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്നിരിക്കുന്ന കരാറിനോട് വളരെ പോസിറ്റീവ് മനോഭാവത്തോടുകൂടി പ്രതികരിച്ചിരിക്കുകയാണ് ഹമാസ്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനും അതുപോലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ഒക്കെയുള്ള ചർച്ചകളും ഒക്കെ ഉൾപ്പെടുന്ന കരാർ നടപ്പാക്കുന്നതിനെ കുറിച്ച് ഇനിയിപ്പം വരാൻ പോകുന്ന ചർച്ചകളിലും ഒക്കെ പങ്കെടുക്കാൻ തയ്യാറാണെന്നാണ് ഹമാസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. ഗസയിലെ ജനങ്ങൾക്കെതിരായുള്ള ആക്രമണം തടയുക എന്നതാണ് ഹമാസിന്റെ ഏറ്റവും വലിയ ആവശ്യം. അതിന് ഈ മധ്യസ്ഥരെ വച്ചിരിക്കുന്ന പുതിയ നിർദ്ദേശത്തോട് അല്ലെങ്കിൽ കരാറിനോട് ഹമാസ് അവരുടെ ആഭ്യന്തര കൂടിയാലോചനകളും അതുപോലെ പാലസ്തീനിൽ അവരുടെ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ അവരുടെ സേനകളുമായിട്ടൊക്കെ ചർച്ചകൾ പൂർത്തിയാക്കിയതായിട്ടും ഹമാസ് അറിയിച്ചു. എസ്കൻ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈജിപ്റ്റ്, ഖത്തർ എന്നീ 2 രാജ്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഹമാസുമായിട്ടുള്ള ഈ സംസാരവും ഈ ചർച്ചകളും ഒക്കെ നടത്തിയത്. തന്നെയുമല്ല, അമേരിക്കയ്ക്ക് വേണ്ടി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അതുപോലെ JD വാൻസും സ്റ്റീവ് വിറ്റ്കോഫും ഒക്കെ ഉണ്ടായിരുന്നു. ഗസയിൽ ഇപ്പോൾ ഏതാണ്ട് 250 ബന്ദികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവശേഷിക്കുന്ന 50 ബന്ദികളിൽ 10 പേരെയും 18 ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കാമെന്ന് ഹമാസ് ധാരണയായിട്ടുണ്ട്. പക്ഷേ പകരം പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് വിട്ടുകിട്ടണം. അതുമാത്രമല്ല, ഈ ബന്ദി മോചനത്തിന് ശേഷം ഇസ്രായേൽ വടക്കൻ ഗസയിൽ നിന്ന് പിന്മാറുകയും വേണമെന്നുള്ള ഒരു ഡിമാൻഡും വെച്ചിട്ടുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിൽ 21 മാസമായിട്ട് തുടരുന്ന യുദ്ധത്തിൽ നേരത്തെ ഡൊണാൾഡ് ട്രംപ്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ 60 ദിവസത്തെ വെടിനിർത്തലിന്റെ ഒരു ഫൈനൽ പ്രപ്പോസൽ വരുന്നുണ്ടെന്നും രണ്ടുപേരും ഇത് സമ്മതിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തിയിരുന്നു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഹമാസിനെ നിരായുധീകരിക്കണമെന്നാണ് നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വരുന്ന തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ ബെഞ്ചമിൻ നെതന്യാഹു എത്തുന്നുണ്ട്. അവിടുത്തെ പ്രധാന വിഷയങ്ങൾ ഇറാനും ഈ ഗസയിലെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ചർച്ചകളാണെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എസ്കേൻ പറഞ്ഞ പോലെ നോബൽ പ്രൈസിനെക്കാട്ടിലും ഇന്ന് ഡൊണാൾഡ് ട്രംപിന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം അദ്ദേഹത്തിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ഇന്ന് അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഒപ്പുവെച്ചിരിക്കുകയാണ്. ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നിരിക്കുന്നു. തന്നെയുമല്ല, അമേരിക്കയുടെ ബർത്ത്ഡേ ആണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ജൂലൈ 4ന്റെ ആഘോഷങ്ങളിലാണ് അമേരിക്ക. എസ്കേൻ, താങ്ക് യു മധു കൊട്ടാരക്കര. മധു, ഈ ടെക്സസിൽ നിന്ന് പുതിയ എന്തെങ്കിലും വാർത്തകൾ വന്നോ? എസ്കേൻ, ആ ചോദ്യം കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? അതായത് ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മറ്റെന്തെങ്കിലും അത്യാഹിതത്തിന്റെ വാർത്തകൾ വന്നിട്ടുണ്ടോ? അവിടെ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 13 പേരുടെ മൃതദേഹങ്ങളാണ് കിട്ടിയത്. പക്ഷേ അമേരിക്ക കാത്തിരിക്കുന്നത് ആ 20 പെൺകുട്ടികളുടെ തെരച്ചിലാണ്. അവരെ എങ്ങനെയും കിട്ടാനായിട്ടുള്ള ഏതാണ്ട് 18 ഹെലികോപ്റ്ററും ഏതാണ്ട് 500ഓളം അഗ്നിശമന സേനയും അതുപോലെ പോലീസ് സേനയും ഒക്കെയാണ് ആ തെരച്ചിലിന്റെ പിന്നാലെയുള്ളത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.